ഹലോ ഡിയേഴ്സ്, മോട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. വടക്കേ മലബാറുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം. അങ്ങോട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. വടകരയിൽ നിന്നും അവിടേക്ക് ഏകദേശം എത്താൻ 62 കിലോമീറ്ററോളം ദൂരം സഞ്ചരിക്കണം. അതായത് 1:50 മിനിറ്റ് യാത്ര ചെയ്യേണ്ടി വരും. സീസണിലെ സുട്ടുവിൻ്റെ 3-ാം ചോറൂണിന് വേണ്ടിയുള്ള യാത്ര. ഒരു പക്ഷെ അവന് സംസാരിക്കാനായിരുന്നെങ്കിൽ അവൻ ചോദിച്ചേനെ, ഈ ആചാരങ്ങൾ കഴിയാനായില്ലേ എന്ന്. 3 ദിക്കിൽ നിന്ന് വന്ന ഞങ്ങൾ ഒരു ദിക്കിലെത്തി നേരെ പറശ്ശിനിക്കടവിലേക്ക് വണ്ടി പിടിച്ചു. വീട്ടിലൊരു കുഞ്ഞ് ജനിച്ചാൽ പിന്നെ അവനെ അല്ലെങ്കിൽ അവളെ എടുക്കാനുള്ള തിരക്കിലായിരിക്കും വീട്ടിലെ മറ്റുള്ളവർ, സ്വാഭാവികം. അങ്ങനെ കണ്ട ആവേശത്തിൽ സുട്ടുവിനെ ഞങ്ങളെ കാറിലും കയറ്റി. പക്ഷെ അവനത് അങ്ങനെ സുട്ടുവിന്റെ അതിഗംഭീരമായ കരച്ചിൽ കേട്ട് ഞങ്ങൾ അവനെ കാറ് മാറാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ വണ്ടി ഒരു സൈഡാക്കിയിട്ട് അവന്റെ അച്ഛനും മേടിക്കുന്ന കാറിലേക്ക് അവനെ അങ്ങോട്ടേക്ക് മാറ്റി. അറിവ് വെച്ച പ്രായം മുതൽക്കേ കേൾക്കുന്നതാണ് പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ച്. അന്നൊക്കെ 2-3 വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മുത്തപ്പനെ കാണാൻ പോയിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് വർഷത്തിൽ 2-3 പ്രാവശ്യം മുത്തപ്പനെ കാണാൻ വരാറുണ്ട് ഞങ്ങൾ. ഈ വർഷത്തിൽ ഞാൻ ഇത് 3-ാം തവണയാണ് മുത്തപ്പനെ കാണാനായിട്ട് ഇവിടെ എത്തുന്നത്. ചോറൂണിന് ശേഷം അവൻ്റെ കൈകാലുകൾ കഴുകിയതിനു ശേഷമാണ് മുത്തപ്പൻ്റെ നടയിലേക്ക് അവനെ കൊണ്ടുപോകേണ്ടത്. അങ്ങനെ കൈയും കാലും കഴുകിയതിനു ശേഷം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് ചെന്നു. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതിനാൽ നല്ല തിരക്കുണ്ടായിരുന്നു. പറശ്ശിനിക്കടവിലെത്തുന്ന ആരും തന്നെ ഈ പ്രസാദം കഴിക്കാതെ ഇവിടുന്ന് മടങ്ങിപ്പോകാറില്ല. മമ്പര് പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ചായയാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം എന്ന് പറയുന്നത്. സാധാരണ സാറ്റർഡേ സൺഡേസുകളിലാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. എന്നാൽ ഈ സൺഡേ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം തിരക്കുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും. അടുത്തതാണ് ഇവിടുത്തെ ചന്ത തന്നെയാണ്. മോട്ടൂസിനെയും കൊണ്ട് ഈ വഴിക്ക് പോകാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ബഹളവും അടിയായിരിക്കും ഞങ്ങൾ തമ്മിൽ. ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടി മോട്ടൂസ് പെടാപ്പാട് വിടുന്ന കരച്ചിലാണ് കേട്ടോ. ഞാനും അവനും അടിയായി. ലാസ്റ്റ് അവൻ്റെ കരച്ചിലാണ്. ഒടുവിൽ അവൻ്റെ കരച്ചിലിന് ശേഷം ഞാനൊന്നങ്ങ് കീഴടങ്ങി. അങ്ങനെ കടകളിലെല്ലാം കയറി ഇറങ്ങി അവൻ അവൻ്റേതായ സാധനങ്ങൾ തപ്പിയെടുത്തു. 2-3 സാധനങ്ങളൊക്കെ മേടിച്ചു. മോട്ടൂസിന്റെ പർച്ചേസിങ്ങിന് ശേഷം ഞങ്ങൾ കണ്ണൂർ കോക്ടെയിലും കുടിച്ചു നേരെ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വണ്ടി വിട്ടു. കാരണം പറശ്ശിനിക്കടവിൽ ഫുഡ് ഉണ്ടായിരുന്നാലും അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മക്കളെ കൊണ്ട് ക്യൂ ഒന്ന് നിൽക്കാൻ ഭയങ്കര പെടാപ്പാടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ കോഫി ഹൗസിലേക്ക് പോയി അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോഴത്തേക്കും കോഫി ഹൗസിൽ എത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുമ്പോൾ പുറകെ ചെന്നിട്ട് സീറ്റ് പിടിക്കാവുന്നൊരു സമ്പ്രദായം ഉണ്ടല്ലോ, അതുപോലെ തന്നെയായിരുന്നു കോഫി ഹൗസിലെയും. ഇവിടെ ഞങ്ങൾ ഓരോ ആൾക്കാർ ഒഴിയുന്നതിനനുസരിച്ചിട്ട് സീറ്റ് പിടിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ സെറ്റായി സീറ്റ് കിട്ടി. അങ്ങനെ മോട്ടൂസ് പറഞ്ഞു അവന് പൊറോട്ടയും ചില്ലി ചിക്കനും വേണം. ബാക്കി എല്ലാവരും ബിരിയാണി വാങ്ങിച്ചു. എവിടെ ചെന്നാലും നമ്മുടെ ദേശീയ ഭക്ഷണമാണ് ബിരിയാണി.
എവിടെ ചെന്നാലും പുതിയ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കും, പക്ഷേ ലാസ്റ്റ് കറങ്ങി നമ്മളെ ബിരിയാണിയിലേക്ക് തന്നെ എത്തും. അങ്ങനെ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞു, ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു, നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അങ്ങനെ പോകുന്ന വഴിയിലാണ് മുഴപ്പിലങ്ങാട് ബീച്ച് വരുന്നത്. നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. അവിടെ മുമ്പൊന്നും ഇത്രയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ല ഭംഗിയൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ബീച്ച്. അപ്പം പിന്നെ അവിടെ പാർക്കൊക്കെ കുട്ടികൾക്ക് വേണ്ടി നല്ല അടിപൊളി പാർക്കുണ്ട്. അപ്പം കുട്ടികളെയും കുട്ടി വന്നു കഴിഞ്ഞാൽ ബോറടിക്കില്ല അവർക്ക്. അവരുടെ പാർക്ക് ഇഷ്ടം പോലെ കളി സാധനങ്ങളുണ്ട്. അങ്ങനെ മോട്ടൂസ് ഇവിടുന്ന് തകർത്തു. മോട്ടൂസ് എല്ലാ കളി സാധനങ്ങളും കയറിയിട്ട് കളിക്കാൻ തുടങ്ങി. പക്ഷേ ആകെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വെയിലാണ്. നമ്മളിവിടെ ഉച്ചയ്ക്ക് എത്തിയതുകൊണ്ടാണ് കേട്ടോ വെയിൽ. എന്നാലും ഒരു 4 മണിയൊക്കെ വെയിൽ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഈ വെയിലത്ത് നമുക്ക് വലിയ ആൾക്കാർക്ക് ഇവിടെ ഇരിക്കാനൊരു സൗകര്യങ്ങൾ കുറവാണ്. അതുപോലെ തന്നെ മുമ്പൊക്കെ വരുന്ന സമയത്ത് ഈ ബീച്ചിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റുമായിരുന്നു, വണ്ടി ഓടിക്കാമായിരുന്നു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട്. ഇപ്പം മഴക്കാലമായതിനു ശേഷം വെള്ളം ഇങ്ങോട്ട് കയറിയിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും പുറത്താണ് കേട്ടോ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ പുറത്ത് പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യക്കുറവ് മൂലം ഭയങ്കര ബ്ലോക്കായിരുന്നു ഈ ഏരിയയിൽ. അപ്പോൾ ഈ ഏരിയയിലേക്ക് വരുമ്പോൾ ഈ ഒരു സമയത്ത് ഈ ഏരിയയിലേക്ക് വരുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ബ്ലോക്ക് പെട്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.